ഡോക്ടറെ, ഇപ്പം ഈ മോഡലിംഗ് ആൻഡ് ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സ്കിൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ്. നമുക്ക് എങ്ങനെയാണ് അതുപോലത്തെ ഒരു ഹെൽത്തി സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഗ്ലാമർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഹെൽത്തി സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലാമർ ഉണ്ടാക്കുന്നതിന് പുറമെ ഇതിന് മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഫസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടൈപ്പ് ഓഫ് സ്കിൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഓയിലി സ്കിൻ ആവാം, ഡ്രൈ സ്കിൻ ആവാം, കോമ്പിനേഷൻ ഓഫ് സ്കിൻ ആകാം, അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആവാം. ഇത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെയിലി നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എല്ലാം മുഖത്ത് വലിച്ചു വരുത്തിച്ച് കുളമാക്കി നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരാറുണ്ട്. അങ്ങനെ നമ്പർ ഓഫ് പ്രോഡക്ട്സ് കുറേ യൂസ് ചെയ്യുമ്പോഴാണ് സ്കിന്ന് കുറച്ചും കൂടെ ബെറ്റർ ആവുന്നതെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എപ്പോഴും നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരു മിനിമലായിട്ട് നമ്മൾ ബേസിക് സ്കിൻ കെയർ റുട്ടീനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ക്ലെൻസർ യൂസ് ചെയ്യുക. ക്ലെൻസർ യൂസ് ചെയ്യുന്നതും നമ്മുടെ ടൈപ്പ് ഓഫ് സ്കിന്ന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് സാലിസിലിക് ആസിഡ് കണ്ടന്റ് പോലുള്ള കണ്ടൻസ് ഉള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതേസമയം നോർമൽ അല്ലെങ്കിൽ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് ജനറൽ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മോയ്സ്ചറൈസറാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോൺ കോമഡോജനിക് മോയ്സ്ചറൈസറാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിനുശേഷം സൺസ്ക്രീൻ. ഇതാണ് ഈ 3 പ്രോഡക്ട്സ് ആണ് ബേസിക് ആയിട്ട് നമ്മൾ ഒരു സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നൈറ്റ് കെയർ റുട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള കൺസേൺസ് എന്താണെന്ന് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഡക്ട്സ് ഡിസൈഡ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ആക്നെ പ്രോൺ സ്കിൻ ആയിരിക്കും, ചില ആൾക്കാർക്ക് പിഗ്മെന്റേഷൻ ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ ഇതിന് പറ്റുന്ന ടൈപ്പ് ഓഫ് അഡിറ്റീവ്സ് ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള സിറംസ് അല്ലെങ്കിൽ ക്രീംസ് ആണ് നമ്മൾ നൈറ്റ് റുട്ടീനിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ബേസിക്കലി ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ക്ലെൻസ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇതാണ് ബേസിക് റുട്ടീൻ. ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണം. ഇതിനകത്ത് മെയിനായിട്ടും വേണ്ടത് 2-3 ദിവസം യൂസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇഫക്റ്റ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം. കൺസിസ്റ്റൻസി ഇസ് ദ കീ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫുൾ ഇഫക്റ്റ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ഗ്ലാമർ ഇമ്പ്രൂവ് ആവും. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ജനറലായിട്ട് ഒരാൾ ഫോളോ ചെയ്യേണ്ട ഒരു റുട്ടീനെ കുറിച്ചിട്ടാണ്. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. പ്ലീസ് ഡു വിസിറ്റ് ബോ എസ്തെറ്റിക്ക സ്കിൻ ക്ലിനിക്, കൊച്ചി ആൻഡ് കോട്ടയം.